പിണറായിയുടെ സ്വപ്നങ്ങളുടെ ചിറക് എന്ത് ലാഘവത്തോടെയാണ് സുകുമാരൻ നായർ നിഷ്കരണം അരിഞ്ഞുകളഞ്ഞത്. SNDP NSS ഐക്യമെന്നൊക്കെ വിളംബരം ചെയ്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ കുറച്ചു സമയം മുൻപ് അമ്പേ പാളിപ്പോയി. മൂന്നാം വട്ട പിണറായി സർക്കാർ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനാണ് ചങ്ങനാശ്ശേരി എത്തും മുൻപേ തകർന്നടിഞ്ഞത്. നായരും ഈഴവനും കൈകോർക്കുന്നു. ആ ഐക്യത്തിന്റെ മധ്യത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാവ്യ വോട്ടുകൾ ഇടതുപെട്ടിയിലേക്ക് തട്ടിയിടുന്ന അതിഗംഭീരമായ തിരക്കഥയ്ക്കാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കുഴിതൊണ്ടിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന്റെയും ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ള കേസിലും പെട്ട് കുഴങ്ങിയിരിക്കുന്ന CPM ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിനായി ആചാര സംരക്ഷണം, സാമുദായിക ഐക്യം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന നീക്കങ്ങൾ ഒന്നും ഇനി വിലപ്പോവില്ല എന്നുറപ്പായി കഴിഞ്ഞു. നായരും ഈഴവനും ഒന്നിച്ചാൽ തനിക്ക് അധികാരം ഉറപ്പിക്കാമെന്ന് കരുതിയ പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ പെരുന്നയിലെ NSS ബോർഡ് അംഗങ്ങൾ തച്ചു തകർത്തു എന്ന് പറയുന്നതാവും ശരി. NSS SNDP സഖ്യം നടപ്പിലാകില്ലെന്ന് സുകുമാരൻ നായർ തീർത്തു പറഞ്ഞതോടെ പണി കിട്ടിയത് CPM-ന് മാത്രമല്ല BJP-ക്കും കൂടിയാണ്. ഐക്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ദൂതയച്ചത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. നിലവിൽ NDAയുടെ സഖ്യകക്ഷിയായ തുഷാറിനെ അയച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് സുകുമാരൻ നായർ ആരോപിക്കുന്നത്. BJP CPIM അവിശുദ്ധ ബന്ധത്തിന്റെ ദൂതാണോ സുകുമാരൻ നായരുടെ പക്കലെത്തിയതെന്നും സംശയം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. നായർ സമുദായത്തിന്റെ വോട്ട് ബാങ്കിൽ പുതിയൊരു നിക്ഷേപം ഉണ്ടാക്കാമെന്ന് കരുതിയ BJP-ക്ക് കിട്ടിയ തിരിച്ചടി കൂടിയാണ് NSS ബോർഡിന്റെ ഈ തീരുമാനം. പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുമാകില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ മറ്റ് എല്ലാ സമുദായങ്ങളോടുമുള്ള വണ്ണം SNDP-യോടും സൗഹാർദ്ദത്തിൽ തന്നെ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ഒപ്പ് G. സുകുമാരൻ നായർ എന്നാണ് NSS ഡയറക്ടർ ബോർഡ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. 14 വർഷം മുൻപ് സമാനമായ രീതിയിൽ ചർച്ചയൊക്കെ നടത്തി ഫോട്ടോ എടുക്കലും കൈകൊടുക്കലും പല രേഖകൾ കൈമാറിയും ഐക്യത്തിന് ശ്രമം നടത്തിയിരുന്നു. അന്നും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഇത്തവണ അത്തരം ചടങ്ങുകളൊന്നുമില്ലാതെ 8ാം ദിവസം തന്നെ ഐക്യനീക്കം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. സമുദായ ഐക്യം പാളിയ സ്ഥിതിക്ക് അടുത്ത പ്ലാൻ എന്താകണമെന്ന ചർച്ചയിലാവും മുഖ്യമന്ത്രിയും CPM-ഉം. കൂടാതെ വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയെ തഴയാത്ത സ്ഥിതിക്ക് മുസ്ലിം വിഭാഗ വോട്ട് ബാങ്കിന്റെ ഭാഗത്തേക്ക് നോക്കേണ്ടി വരില്ല എന്നും ഉറപ്പാണ്. എന്തായാലും മധുവിധുവിന് മുൻപ് പിരിഞ്ഞ ദമ്പതികളുടെ അവസ്ഥയിലാണ് NSS-ഉം SNDP-യും.